പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 29 ബുധൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ,
നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോസസിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോസസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോർക്കും അശാന്തി ഇങ്ങനെ പറയണത്, യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയാണ്. പാഷാണ്ഡതയല്ല, ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത്, ഞങ്ങൾ ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടാന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും നമ്മളെന്ത് ചെയ്യണം? അതിലൊരു നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ. ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ
പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തഛിദ്രയായി അങ്ങനെ പോകരുത്. അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ ചെയ്തത്. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്. അല്ല, ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. ഇപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടി ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ ഏകനല്ല. യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പം നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വില ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറയണത്, ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച്. അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗമുള്ള രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷെ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടാമെന്നറിയാമോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെട്ട് നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോഴും ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ട്, ജാഗ്രത ഉണ്ടായാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.